അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. വ്യഭിചാരം, കള്ളൂടി, അടി, ഇടി, വിടിയാണ് ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. അത് സബ് കോൺഷ്യസ് മൈൻഡിനെ നല്ലോണം കൺട്രോൾ ചെയ്യും. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലിറ്ററലി നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഈ ഫ്രീമേസൺ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെസ്റ്റ് ഹില്ലിലുണ്ട്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. കബാല ഇല്ല, ഞാൻ ഉള്ളിൽ കേറിയിട്ടില്ല. അല്ല, ഇറ്റ്സ് നോട്ട് എ ജോക്ക് ബ്രോ. അല്ല ഒരു മതത്തിന് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ആ കാലം എന്താ പറയാ, മനുഷ്യനായിട്ട് തന്നെ ചോദ്യം വരും. എന്താ പറയാ, മനുഷ്യനായിട്ട് തന്നെ അതില് എന്താ പറയാ, ദൈവം അയച്ച ബുക്ക് കാര്യങ്ങളൊക്കെ മാറ്റി എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ജൂയിഷ് പീപ്പിൾ എന്താണ് അവരെ പ്രശ്നം എന്താന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിച്ച് പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞു. ഞാൻ എന്താ ചോദിച്ചത്? നേരത്തെ പറഞ്ഞു ഈ കണ്ണോണ്ട് ഇയാള് കണ്ട്, ഈ കാതോണ്ട് ഇയാള് കേട്ട്. നേരത്തെ പറഞ്ഞു. അതാണ് നിങ്ങളെ ഏറ്റവും വലിയ പ്രോബ്ലം. എന്താ പറയാ, നിങ്ങൾ ഒരിക്കലും സമ്മതിക്കൂല. ജൂയിഷ് പീപ്പിൾ എന്താണെന്നുള്ളത് നേരത്തെ ചോദിച്ചു. പറ്റൂല, ഇതാണ് പ്രശ്നം. എന്നാ പറയും, എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. എന്റെ കർത്താവേ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ. നമ്മളിവിടെ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ സയനിസ്റ്റ് എന്ന് വിളിക്കുന്ന ആ പ്രൊജക്ടിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മതമുണ്ട് എന്ന് പറയാൻ നിങ്ങൾ സാധിക്കുമ്പോൾ അവിടെ മതമുണ്ടെന്ന് കാണിക്കാൻ, ഈ മതത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന കാര്യമാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് പറയാൻ എന്താണുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ജൂതന്മാര് അവിടെ അൾട്രാ ഓർത്തഡോക്സ് ആളുകളുള്ള കാര്യമായിരിക്കും നിങ്ങളെക്കാൾ മുന്നേ അറിയാം. ഞാൻ ചോദിച്ചത് ജൂതന്മാരുടെ കാര്യമില്ല. സയനിസ്റ്റ് പ്രോജക്ടിന്റെ കീഴിൽ അവിടെ അവർ ഈ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ അവിടെ മതത്തിന്റെ ആംഗിൾ എടുത്തു വെച്ചുകൊണ്ട് ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഒരു ഉദാഹരണം പറയും. ഈ കബാലുച്ചിലും ലിജുവിലും ജൂയിഷ്മാർക്കും ബന്ധം അവര് ചെയ്യാത്ത പരിപാടിയാ. സയനിസവും കബാലും എന്താ ബന്ധം? എന്താടാ എല്ലാത്തിനും തൊണ്ടടഞ്ഞോ? പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി വീഡിയോസ് വരെ ഉണ്ട്. അമേരിക്കയിലാണ് കബാലും തമ്മിൽ ബന്ധം ഒരെണ്ണം പറയും. അതല്ല, എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ഡെവിൽ വർഷിപ്പ് ഓൾറെഡി. കബാലയും തമ്മിലുള്ള ബന്ധം ഒരെണ്ണം പറയും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത്? എങ്ങനെയാ പൊളിറ്റിക്സും പിരിച്ചു കഴിഞ്ഞു. എന്റെ അമ്മയെ നാട്ടിച്ച് തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട. വേദനിക്കണു കേട്ടോ, മനസ്സ് വേദനിക്കണു. പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, മതങ്ങളില്ലാന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. വൈകാരികല്ല ബ്രോ, വൈകാരികല്ല. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. ഈ ആരിഫിന്റെ അഭിപ്രായത്തില് ഈ ഗാസ യുദ്ധത്തിന് കാരണം മതം ഉള്ളതാണോ ഇല്ലാത്തതാണോ? മതം ഉള്ളത്. ഏത് മതം ഉള്ളത്? അതെങ്ങനെ? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. ഏത് ജൂസിനെ കൊന്നത് പറഞ്ഞു? എത്ര ജൂസിനെ കൊന്നു, എത്ര മുസ്ലിമിനെ കൊന്നു? കണക്ക് അർത്ഥം പറയാൻ പറ്റും? എന്റെ ദൈവമേ, അത് അടിസ്ഥാനത്തിലാണോ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഇസ്രായേലിലെ ആളുകൾ മരിക്കാത്ത? ഏത് മതമായാലും, ഞാൻ പറയുന്നത് കേൾക്കൂ താങ്കൾ, ഏത് മതമായാലും മനുഷ്യനെ കൊല്ലാൻ എവിടെയും പറഞ്ഞില്ല. നോണ, കല്ല് വെച്ച നോണ. ഇതൊക്കെ വിശ്വസിക്കൂ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ഏത് താങ്കളൊന്ന് വായിക്കും, താങ്കളൊന്ന് വായിക്കും. എനിക്കറിയില്ല. എവിടെ പറഞ്ഞത്? എവിടെയാ പറഞ്ഞത്? അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനാ? ആരണ്ണൻ? അണ്ണാ കിട്ടിയാൻ കുത്തും. സൂറത്ത് മുഴുവൻ വായിക്കോ.
താങ്കൾ ആ സുഹൃത്ത് മുഴുവൻ ഓതോ? മൊബൈലില്ല, താങ്കൾ ആ സുഹൃത്ത് മുഴുവൻ ഓതോ? നിങ്ങളെ കയ്യിൽ മൊബൈലില്ല, താങ്കൾ ആ സുഹൃത്ത് മുഴുവൻ ഓതി? വായിച്ചോളൂ. മുഴുവൻ ഓതി. ഇതൊക്കെ അല്ല, അതിന് മുന്നത്തെ ആയത്ത് താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ ഓതൂ. ബുദ്ധിയും ശക്തിയുള്ളവരായിരിക്കണം എന്റെ ഇരകൾ. 38 39 ഉണ്ട്. അതിന്റെ ബാക്കി വരാൻ അത് താങ്കൾ പറഞ്ഞു കൊടുക്കും. ആരിഫ് പറഞ്ഞത് തെറ്റാണ്, അതുകൊണ്ട് താങ്കൾ അതിന്റെ മുമ്പും ശേഷമുള്ള ആയത്ത് താങ്കൾ ഓതൂ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഈ ആരിഫ് മതമില്ലാന്ന് വർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമോഫോബിയ കൊണ്ടുവന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ലോ. അമ്മാസ് തീവ്രവാദികളാണെന്ന് ഓൻ പറയല്ലേ? അമ്മാസോടെ പറഞ്ഞു തീവ്രവാദം തെളിയിക്ക്. അമ്മാസ് തീവ്രവാദികളാണ് അമ്മാസോടെ പറഞ്ഞത്. പാണ്ടിലോറി പാഞ്ഞുരുമ്പോ ചില മാക്കറുകൾ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും. ഇതായിരിക്കും അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. ഒരു മിനിറ്റ് ചേട്ടാ, ആരെങ്കിലും ഏതെങ്കിലും ലോകത്ത് അൽഖ്വയ്ദ പറയോ? അൽഖ്വയ്ദ തീവ്രവാദി എന്ന് പറയോ? പറയില്ല. ഇതെന്താ അങ്ങനല്ല. പേര് മാറ്റണം. അത് മുസ്ലിം ധാർമ്മികാരികളുടെ പേരാണ്, അത് മാറ്റണം. ഷോക്ക് അടിക്കേണ്ട ടൈമായി. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. ഖുറാനില് 9:5 ആയത്ത് എല്ലാ മുസ്ലിങ്ങളല്ലാത്തവരെയും കൊല്ലണം എന്നാണ്. ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ സംസാരിക്കണം, കാരണം അല്ലെങ്കിൽ ആരിഫ് അതിനെതിരെ ട്രോളും. നിങ്ങളുടെ വിശ്വാസത്തെ നമ്മൾ പൂർണ്ണമായിട്ട് മാനിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവസരം തരും, നോ പ്രോബ്ലം. എല്ലാവരും ഒന്ന് സൈലന്റ് ആവും, ബാങ്ക് കൊടുക്കുന്നുണ്ട് പ്ലീസ്. എല്ലാവരും ഒന്ന് സൈലന്റ് ആവും, ബാങ്ക് കൊടുക്കുന്നു പ്ലീസ്. മറുപടി വരാൻ ഇന്ത്യ അംഗമായ ഐക്യരാഷ്ട്രസഭയുടെ തീവ്രവാദ ലിസ്റ്റുള്ള സംഘടനകളിൽ ഈ സെക്കൻഡ് വരെ ഈ മഗ്‌രിബ് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ മിനിറ്റ് ഹമാസ് ഇല്ല എന്നുള്ളതാ. ഈ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഹമാസ് UN അവരുടെ ലിസ്റ്റിൽ, ഈ പറയുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെറർ ലിസ്റ്റിൽ ഇല്ല എന്നതുകൊണ്ട് അത് ടെറർ ഓർഗനൈസേഷൻ അല്ല എന്നാണ് പറയുന്നത്. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? ഐസിസ് നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? അറിയില്ല. അത്ര എല്ലാ കാര്യത്തിലും ഇവരില്ല. ഹമാസിനെ കുറിച്ച് പഠിച്ചിരുന്നു. കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയുമെന്ന്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അത് തീവ്രവാദ സംഘടനയാണോ എന്നാ ചോദിച്ചത്? അറിയില്ല എന്നാണ് പറഞ്ഞത്. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. RSSO നല്ല 1ാം തരം തീവ്രവാദ സംഘടന. യുവന്റെ ലിസ്റ്റിലുണ്ടോ? യുവന്റെ ലിസ്റ്റിലുണ്ടോ? ഇത് ജയന്റെ സിനിമ പോലെയല്ല, കരിവരുടെ ജീവിതങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇനി എത്ര ദൂരം നിന്ന് പറഞ്ഞാലാണ് അത് ശരിയാവുക? നിങ്ങൾ ദുബായി പോയി നിന്നിട്ട് RSS തീവ്രവാദ സംഘടനയാന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടനയാവും. എങ്ങനെ? സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. 2ാമത്തത്, ഈ ഖുർആൻ ആയത്തുകളൊക്കെ പറഞ്ഞു, ഹൈബർ യുദ്ധം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ ഹൈബർ യുദ്ധം എന്ന് വെച്ചാൽ ഹിറ്റ്ലറിന്റെ നരനായിട്ട് പോലെ ഒരു 1 ലക്ഷം ആൾക്കാരൊക്കെ ഒന്നൊരു സംഭവം എന്നല്ല. മുസ്ലിങ്ങളുടെ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങളോട് ആക്രമിച്ചപ്പോ തിരിച്ചു മുസ്ലിങ്ങൾ ആക്രമിച്ചപ്പോ വളരെ കുറഞ്ഞ മുസ്ലിങ്ങൾ ഒരുപാട് മുസ്ലിങ്ങളല്ലാത്തവർ ആക്രമിച്ചിട്ട് നേടിയ വിജയ. എങ്ങനെ ഇരിക്കണം? ഈ ചെറിയ ഫലസ്തീനികൾ ഒരു വലിയ സംഘത്തെ നേരിടുമ്പോ ആ ഹൈബറിലുണ്ടായ സ്ലോഗൻസും ആ ഹൈബറിലുണ്ടായ മുദ്രാവാക്യങ്ങളും ഇവിടെ ചർച്ചയാവും. നീ ഒന്നും പണയണ്ട. വലിയ ജനതയെ ചോപ്പിച്ച ഇസ്ലാമിന്റെ ഹൈബർ യുദ്ധവും ഹന്തക് യുദ്ധവും പ്രവാചകൻ പട്ടിണി കടന്നിട്ട് കിടങ്ങ് കയറി തോപ്പിച്ച ആ ഒരു ചെറിയ സംഘം വലിയ സംഘത്തെ തോപ്പിച്ച ആ ഒരു പ്രചോദന സ്ലോഗൻസ് മുഴക്കിയിട്ടുണ്ടാവാം. ഒറ്റ കാര്യം പറയൂ, നമ്മൾ ഇദ്ദേഹത്തിന് വലിയൊരു കയ്യടി കൊടുക്കണം. ഒരു കയ്യടി മനുഷ്യരെ നാട്ടിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? കുഴപ്പമായി തോന്നുന്നത്. ഒന്നുകൊണ്ടല്ല, ഞാനിവിടെ കഷ്ടപ്പെട്ട് ഇത്ര നേരം ഇരുന്ന് ഇതിൽ മതം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിന് ഇത്ര സമയം ഞാൻ എടുത്തു. ഇദ്ദേഹം ഒരു 2 മിനിറ്റ് കൊണ്ടല്ലേ ഇതിനകത്ത് മതം ഉണ്ട് എന്നും അത് ഹൈബർ ആണ് എന്നും അത് മുഹമ്മദ് നബി ചെയ്തു. ഹൈബർ മാത്രമല്ല, പിന്നെ ഏതൊക്കെ ഉണ്ട്, ഹന്തക്ക്, പിന്നെ ബനു ഖുറൈള കൂട്ടക്കള, ഇതൊക്കെ അദ്ദേഹം പറയണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതിൽ മതമുണ്ട്. മതമുണ്ടെന്ന് ഞാനല്ല ഇപ്പൊ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇദ്ദേഹമാണ് പറഞ്ഞത്. പച്ച
കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്റെ തറവാടിന്, അല്ലടാ സർക്കിളെ? മോനെ പുരുഷു, ഈ കാർഡിന് എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്, കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. ചിങ്കം തമ്പി, ചിങ്കം.